കാഴ്ചകൾ ഇനി കാണാൻ കിടക്കണുള്ളൂ. ഇത് നോക്കുക, ഇപ്പൊ ഇവിടെ നെയ്തലക്കാവ് ഭഗവതി അവസാന പൂരം, ഘടകപൂരം, രാവിലത്തെ എത്തുന്ന അവസാന ഘടകപൂരം വടക്കുന്നത്തിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ലന്നി ചോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടു പൂര വിളംബരം, എറണാകുളം ശിവകുമാറിന്റെ പുറത്തേറി നെയ്തലക്കാവ് ഭഗവതി വന്നത് കണ്ടു. ഇതിപ്പോൾ നെയ്തലക്കാവിലമ്മയുടെ പൂരം ഇവിടെ എത്തിയല്ലേ ലക്ഷ്മി? എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവിലമ്മയുടെ തവണ. കഴിഞ്ഞ തവണ തെച്ചിക്കോട്ട് രാമേന്ദ്രനായിരുന്നു, ഇത്തവണ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവിന്റെ തിടമ്പ്. ഇനിയിപ്പോ ഈ നെയ്തലക്കാവ് ഭഗവതി കൂടി കയറി ഇനിയിപ്പോ തുടങ്ങാനായുള്ള ഒരു ഒരുക്കത്തിലാണ് എലിഞ്ഞിത്തറ മേളം. പല പൂരങ്ങളും ഇവിടെ എത്തിയ ജനസഹസ്രങ്ങൾ തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇവിടെ ഒരു കടലായി കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ ഷിജിനെ ക്യാമറ ഒന്ന് അങ്ങോട്ട് മാറ്റി നോക്കൂ. 2 മണിക്കാണ് എലിഞ്ഞിത്തറ മേളത്തിന് ആദ്യ കോല് വീഴുക. ഇപ്പൊ തന്നെ അവിടെ നോക്കൂ, എത്ര ആൾക്കാരാണ്. അതായത് നിറഞ്ഞു നിൽക്കുക. അതായത് ഞാൻ രാവിലെ വന്നപ്പോ ഇവിടെ ഒരുപാട് ആൾക്കാര് സ്ഥലം പിടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വളരെയേറെ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ വേറെ ഒന്നും വേണ്ട, ഇലഞ്ഞിത്തറ മേളം മാത്രം കാണണം എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇത്തവണ VIPസും കൂടുതൽ ഞങ്ങൾക്ക് ഇത്തവണ ഇലഞ്ഞിത്തറ മേളം കാണണം, കേൾക്കണം, ആസ്വദിക്കണം എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനോടൊപ്പം തന്നെ രാവിലെ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ കൺട്രോൾ പോകുമെന്നുള്ള പേടി. അതായത് VIPകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ു പറയേണ്ട ഒരു കാര്യമാണ്. തൃശ്ശൂരിന്റെ കൂടി MP മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ കാര്യം, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതാണ്. പക്ഷെ VIP ആകെ നോക്കുക, ഈ ഇത്രാവട്ട സ്ഥലം മാത്രമാണുള്ളത്. ഏതാണ്ട് 200ഓളം ആളുകൾ നിൽക്കണം. പക്ഷെ ആ ചെണ്ടയിൽ കോല് വീണ് കഴിഞ്ഞാൽ ഈ കൈ ഇത് താഴില്ല. ഇതിങ്ങനെ വായുവിൽ ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആർക്കും കൈ താഴ്ത്തിയിടാൻ പറ്റില്ല. ഒരാൾക്ക് പോലും ഇവിടെ വെറുതെ അതൊന്ന് ആ താളത്തിനൊത്തൊന്ന് തലകുലുക്കാതെയും കൈ അനക്കാതെയും നിൽക്കാനായി പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിഴക്കൂട്ടിന്റെ മേളം പറയുമ്പോ അത് അധികം സമയമൊന്നും വേണ്ട ആ രൗദ്രഭാവത്തിലേക്ക് അങ്ങ് എത്താനായിട്ട്. തുടക്കം മുതൽ അങ്ങ് കയറി പെട്ടെന്ന് അങ്ങ് കയറിയാണ്. പാറമേക്കാവ് ഭഗവതി 10 മണിയോട് കൂടി അവിടുന്ന് എഴുന്നള്ളി ചെമ്പട കൊട്ടി കിഴക്കേ ഗോപുരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കിഴക്കേ ഗോപുരം കടന്ന് ഇനി അകത്ത് കയറി ഇങ്ങനെ വന്നാൽ എലഞ്ഞിച്ചോട്ടിലേക്ക് എത്തും.